ആതുര ചികിത്സാ രംഗത്തെ വിപ്ലവമാണ് ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പാലിയമെന്റ്. ഇവിടെ രോഗികൾക്ക് സാന്ത്വനം നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നവരിൽ ഭൂരിഭാഗവും വനിതകൾ തന്നെയാണ്. എന്തായാലും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഒത്തുകൂടുകയാണ് പാലിയമെന്റിലെ വനിതാ ജീവനക്കാർ. 2003 തിരുവനന്തപുരത്ത് പാലിയമെന്റ് സ്ഥാപിക്കുന്നത്. വർഷങ്ങളായി പാലിയമെന്റിലെ രോഗികളെ പരിചരിക്കുന്നവരിൽ ഭൂരിഭാഗവും വനിതകൾ. വേദന അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് ഒരു വെളിപ്പാടകലെ ഇവരുണ്ടാകും. ശരിക്കും വനിതകൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു രംഗമാണ് സാന്ത്വന പരിചരണം എന്ന് പറയുന്നത്. അവരുടെ കമ്പാഷൻ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവർക്ക് പരിചരണം നൽകുന്ന രീതി, അവർക്ക് സാമൂഹ്യ സേവനത്തിൽ അവരുടെ ഒരു താല്പര്യം, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കൂടുതലും ചെയ്യുന്നത് ഹോം കെയർ ആണ്. അതായത് ഒരു ദിവസം 6-7 ടീം തന്നെ ഹോം കെയറിൽ പോകുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കുന്നത് മാത്രമല്ല, അവരെ എംപവർ ചെയ്യുക, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കെയർ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗം അത് തന്നെയാണ്. ചികിത്സ തേടി രോഗികൾ ആശുപത്രിയിൽ എത്തുന്നതിന് പകരം അവരെ വീടുകളിലെത്തി പരിചരിക്കുന്ന ഹോം കെയർ, കുട്ടികൾക്കായി പ്രത്യേക പരിചരണം, അങ്ങനെ ചികിത്സാരംഗത്ത് പാലിയേറ്റീവ് കെയർ ഏറെ മുന്നിലാണ്. മാറാരോഗികൾക്ക് സ്വാതന്ത്ര്യമേകാൻ കഴിയുന്നത് കേവലം ജോലിക്കപ്പുറം ഈ ആതുര സേവകർക്ക് നൽകുന്നത് ആത്മസംതൃപ്തിയും. മറ്റേതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനേക്കാളും നമുക്ക് കൂടുതലായിട്ട് ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു രോഗിയുടെ അവസ്ഥ പറയുമ്പോൾ നാളെ ഒരുപക്ഷെ ഞാനും ഇതുപോലെ രോഗിയായാൽ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ വന്നാൽ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് ഇന്ന രീതിയിൽ എനിക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. Particularly for palliative care, it's a profession of compassion, it's a profession of love, making people comfortable who are suffering, and who better can do than a woman. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ എല്ലാം മറന്നൊത്തുകൂടുകയാണ് പാലിയമെന്റിലെ വനിതാ ജീവനക്കാർ. സ്ത്രീ കാണുന്ന എല്ലാവരും അവളുടെ വീട്ടിലെ ആളുകളാവാൻ വളരെ കുറച്ച് സമയങ്ങൾ മതി. ഈ കുറച്ച് സമയമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സ്വന്തം വേദനയേക്കാൾ മറ്റുള്ള ആളുകളുടെ വേദനകളെ കൂടുതൽ എംപത്തറ്റിക്കായി വീക്ഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിലുള്ള സ്ത്രീകളെല്ലാം മറ്റുള്ളവരുടെ വേദനകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ പ്രാധാന്യത്തെ മനസ്സിലാക്കി ഓരോ ദിവസവും ചിലപ്പോൾ വളരെയധികം വിഷമത്തോടു കൂടി ഇറങ്ങി വരുന്നവർ തന്നെയായിരിക്കാം. നമ്മളടുത്തേക്ക് രോഗികൾ വരുന്നത് അവരുടെ വിഷമങ്ങൾ പറയാനും അവർക്ക് ആശ്വാസം കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ആ വിഷമങ്ങൾ കേൾക്കാനായിട്ടും അവർക്ക് അവരുടെ വിഷമങ്ങൾ ആ രീതിയിൽ കേൾക്കാനായിട്ട് ഒരു വിമൻസ് ഒരു ലേഡി നേഴ്സിനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ നേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ പറ്റുക. അതിൽ കൂടെ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത രോഗികളെയും അവരുടെ കുടുംബങ്ങളെയും നമ്മൾ നോക്കി അവർക്ക് ആശ്വാസം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസത്തിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഭാരതത്തിലെ പാലിയേറ്റീവ് പരിചരണത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ MR രാജഗോപാലാണ് പാലിയമെന്റിയുടെ ചെയർമാൻ. ജനം, തിരുവനന്തപുരം.